വെൽക്കം ടു എക്സാം ടിപ്സ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നിങ്ങളുടെ SSLC പരീക്ഷാ തയ്യാറെടുപ്പുകളിൽ ഏറ്റവും നിർണായകമായ ഒരു വിഷയമാണല്ലോ ഫിസിക്സ്. പല വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടാകാറുണ്ട്. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങും ചിട്ടയായ പഠനരീതിയുമുണ്ടെങ്കിൽ ഫിസിക്സിൽ എളുപ്പത്തിൽ A+ നേടാൻ സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് SSLC ഫിസിക്സ് പരീക്ഷയിൽ മികച്ച വിജയം നേടാനുള്ള സമഗ്രമായ വഴികളെക്കുറിച്ചാണ്. 1. ആമുഖം. പാഠപുസ്തകം തന്നെയാണ് പ്രധാനം. ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ SCERT, NCERT പാഠപുസ്തകമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഹായി എന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ഇസ് ദ ബൈബിൾ എന്ന് പറയുന്നത് വെറുതെയല്ല. ചോദ്യങ്ങൾ പലപ്പോഴും പാഠപുസ്തകത്തിലെ വരികൾക്കിടയിൽ നിന്നോ ഉദാഹരണങ്ങളിൽ നിന്നോ ആയിരിക്കും വരുന്നത്. അതിനാൽ ഓരോ വാക്കും ശ്രദ്ധിച്ചു വായിക്കുക. നിയമങ്ങൾ, നിർവചനങ്ങൾ, സൂത്രവാക്യങ്ങൾ എന്നിവ പുസ്തകത്തിലുള്ളതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഇതിൽ സ്വന്തം ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ശാസ്ത്രീയമായ അർത്ഥം മാറാൻ സാധ്യതയുണ്ട്. അത് മാർക്ക് കുറയാൻ കാരണമാകും. 2. പ്രധാന ആശയങ്ങളും അധ്യായങ്ങളും. ഫിസിക്സിലെ എല്ലാ അധ്യായങ്ങളും പ്രധാനമാണെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചലനവും ബലവും. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മനഃപ്പാഠമാക്കുക. ഓരോ നിയമത്തിനും ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഉദാഹരണത്തിന്, ബസ് നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ടായുന്നത് ഇനർഷ്യ, ജഡത്വം കാരണമാണ്. വൈദ്യുതി. ഈ അധ്യായത്തിൽ നിന്നും സർക്യൂട്ട് ഡയഗ്രമുകളും ഓം നിയമവും ജൂൾ നിയമവും വളരെ പ്രധാനമാണ്. ഹീറ്റിംഗ് എഫക്റ്റ്, പവർ എന്നിവയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രകാശം. കണ്ണാടികളും ലെൻസുകളും വഴിയുള്ള പ്രതിഫലനവും അപവർത്തനവും. ഇതിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം കണ്ടെത്താനുള്ള ഡയഗ്രംസ് നിർബന്ധമായും വരച്ചു പഠിക്കണം. ശബ്ദം. ശബ്ദത്തിന്റെ വേഗത, ഫ്രീക്വൻസി, അനുരണനം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3. കണക്കുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഫിസിക്സിൽ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന പ്രധാന മേഖലയാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതും ഇതാണ്. ഇതിനായി ഒരു പ്രത്യേക രീതി പിന്തുടരുക. 1. ചോദ്യം വായിക്കുക. തന്നിരിക്കുന്ന വിവരങ്ങൾ, ഗിവൻ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം എഴുതുക. ഉദാഹരണത്തിന്, U = 10 മീറ്റർ/സെക്കൻഡ്, T = 5 സെക്കൻഡ്. 2. സൂത്രവാക്യം. അനുയോജ്യമായ ഫോർമുല എഴുതുക. ഫോർമുല എഴുതുന്നതിന് തന്നെ അര മാർക്ക് ലഭിക്കും. 3. സബ്സ്റ്റിറ്റ്യൂഷൻ. ഫോർമുലയിലേക്ക് തന്നിരിക്കുന്ന അളവുകൾ ചേർക്കുക. 4. ഉത്തരം കണ്ടെത്തുക. കൃത്യമായ കാൽക്കുലേഷൻ നടത്തി ഉത്തരം കണ്ടെത്തുക. 5. യൂണിറ്റ്. ഏറ്റവും പ്രധാനം ഉത്തരത്തിനൊപ്പം അതിന്റെ യൂണിറ്റ് എഴുതുക എന്നതാണ്. ഉദാഹരണത്തിന്, ബലം 10 എന്നെഴുതാതെ 10 ന്യൂട്ടൺ എന്ന് തന്നെ എഴുതണം. യൂണിറ്റ് മാറിയാലോ എഴുതാതിരുന്നാലോ മാർക്ക് കുറയും. 4. ഡയഗ്രമുകളും ചിത്രീകരണങ്ങളും. ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉറപ്പാണ്. ഡയഗ്രമുകൾ. കോൺകേവ്, കോൺവെക്സ് ലെൻസുകളുടെയും മിററുകളുടെയും ഡയഗ്രമുകൾ പെൻസിൽ ഉപയോഗിച്ച് കൃത്യമായി വരയ്ക്കുക. ഇതിൽ പ്രകാശത്തിന്റെ ദിശ കാണിക്കുന്ന അമ്പടയാളങ്ങൾ, ആരോസ്, മറക്കരുത്. സർക്യൂട്ട് ഡയഗ്രമുകൾ. റെസിസ്റ്റൻസ്, വോൾട്ട് മീറ്റർ, മീറ്റർ എന്നിവ ശരിയായ സ്ഥാനത്ത് അടയാളപ്പെടുത്തുക. മനുഷ്യനേത്രം. കണ്ണിന്റെ ഘടന, കാഴ്ച വൈകല്യങ്ങൾ, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പഠിക്കുക. 5. പരീക്ഷാ ഹാളിലെ തന്ത്രങ്ങൾ. പരീക്ഷാ പേപ്പർ ലഭിച്ചാൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിക്കാൻ ഉപയോഗിക്കുക. ലളിതമായ ചോദ്യങ്ങൾ ആദ്യം. നിങ്ങൾക്കുറപ്പുള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സമയം ക്രമീകരിക്കുക. ഒരു ചോദ്യത്തിന് തന്നെ കൂടുതൽ സമയം ചെലവഴിക്കരുത്. സമയം നോക്കി വേഗത്തിൽ എഴുതാൻ ശീലിക്കുക. വൃത്തിയായി എഴുതുക. പോയിന്റുകൾ തിരിച്ചെഴുതാൻ ശ്രമിക്കുക. ഗ്രാഫുകളും ചിത്രങ്ങളും വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിക്കുക. പരിശോധന. അവസാന 10 മിനിറ്റ് എല്ലാ ഉത്തരങ്ങളും ഒന്നുകൂടി വായിച്ചു നോക്കാനും ചോദ്യം നമ്പറുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും മാറ്റിവെക്കുക. 6. പ്രായോഗിക ഉദാഹരണങ്ങളും ഉപസംഹാരവും. ഫിസിക്സ് എന്നത് കേവലം പുസ്തകത്തിലെ അറിവല്ല. നമ്മുടെ ചുറ്റുമുള്ള ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവാണത്. സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് എങ്ങനെ, മഴവില്ലുണ്ടാകുന്നത് എങ്ങനെ, സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ വീഴാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ ചിന്തിച്ചു പഠിച്ചാൽ ഫിസിക്സ് ഏറ്റവും എളുപ്പമുള്ള വിഷയമായി മാറും. ചുരുക്കത്തിൽ, കഴിഞ്ഞ 5 വർഷത്തെ മുൻകാല ചോദ്യപേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും ചെയ്തു നോക്കുക. സൂത്രവാക്യങ്ങൾ